പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലെ സർക്കിൾസ് എന്ന ചാപ്റ്റർ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സർക്കിൾസ് എന്ന ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം സർക്കിളിൻ്റെ നിർവചനമാണ്, ഡെഫിനിഷനാണ് ആദ്യം വരുന്നത്. സർക്കിളിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ. The fixed point is called the center of the circle, and the distance from the center to a point on the circle is called the radius of the circle. ഇതാണ് സർക്കിളിൻ്റെ ഡെഫിനിഷൻ. ഒരു സർക്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ. നമ്മൾ പ്ലെയിനിൽ ഒരു ഫിക്സഡ് പോയിൻ്റ് എടുക്കുക. ഉദാഹരണം സി ഒരു ഫിക്സഡ് പോയിൻ്റ് ആണെന്നിരിക്കട്ടെ. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇപ്പം ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ്, ഉദാഹരണം ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന മുഴുവൻ പോയിൻറ്റുകളുടെയും കൂടെ സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിൻറ്റുകളെല്ലാം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗർ ഇങ്ങനെ ആയിരിക്കും. സർക്കിളിൻ്റെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ സർക്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെ: ഒരു ഫിക്സഡ് പോയിൻ്റ് എടുക്കുക, ഒരു പ്ലെയിനിൽ ഒരു ഫിക്സഡ് പോയിൻ്റ് എടുക്കുക. ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് ദൂരത്തിലുള്ള, ഫിക്സഡ് ദൂരം ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ആ ഫിക്സഡ് ദൂരത്തിലുള്ള ഒരു പോയിൻ്റ് ഇതാണ്, ഇതുപോലെ വേറൊരു പോയിൻ്റ് ഇതാണ്, വേറൊരു പോയിൻ്റ് ഇതാണ്. ഇങ്ങനെയുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിൻറ്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഫിഗർ എങ്ങനെ ഇരിക്കും. ഈ ഫിക്സഡ് പോയിൻറ്റിനെ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയും. ഈ ഫിക്സഡ് ഡിസ്റ്റൻസിനെ നമ്മൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയും. റേഡിയസ്. Fixed point is called center of the circle and the fixed distance is called the radius of the circle. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ്. അടുത്തൊരു നോട്ടാണ്: ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ ഈസ് ഓൾസോ കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. അതുപോലെ തന്നെ സെൻറ്ററും ആ സർക്കിളിലെ ഒരു പോയിൻറ്റുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ സെഗ്മെൻറ്റിനെയും നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റേഡിയസ് നമ്മൾ 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സെൻറ്ററിൽ നിന്ന്, സർക്കിളിലെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് സി എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിനെ നമ്മളൊരു സർക്കിളിൻ്റെ റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. റേഡിയസ് എന്ന് തന്നെയാണ് പറയുന്നത്. റേഡിയസ് അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസിനും നമ്മൾ റേഡിയസ് എന്നുള്ള ആ ഒരു യൂസ് ചെയ്യും. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയും നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ ഇതാണ്: the chord of a circle. Line segment joining any 2 points on a circle is called a chord of a circle. ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എടുക്കുന്നു, എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കിട്ടുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. കോഡ്. ഇപ്പം ഞാൻ ഈ AB എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. സർക്കിളിലെ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് സർക്കിളിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്ത ഡെഫിനിഷൻ ഇതാണ്: ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്താണെന്ന്. എനി കോഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് എ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഏതൊരു കോഡിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. Diameter. Any chord passing through the center of a circle is called a diameter of the circle. സെൻറ്ററിലൂടെ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു കോഡിനെയും നമ്മൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്നാണ് വിളിക്കുന്നത്. ഒരു നോട്ടാണ് അടുത്തത്: ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഓൾസോ കോൾഡ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ നീളത്തെയും നമ്മൾ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്: ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ഓൾസോ കോൾഡ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അതിനെ നമ്മൾ ഡയമീറ്റർ, അപ്പോൾ ഡയമീറ്ററിൻ്റെ ലെങ്തിനെ നമ്മൾ ഡയമീറ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇഫ് R ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ദെൻ ഡയമീറ്റർ ഈസ് 2R. ഒരു സർക്കിളിൻ്റെ റേഡിയസ് R ആണെങ്കിൽ, റേഡിയസ് R യൂണിറ്റ് ആണെങ്കിൽ
റേഡിയസ് 6 യൂണിറ്റ്. റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് 6 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിൻ്റെ നീളം എന്ന് പറയുന്നത് 2r ആയിരിക്കും. ഡയമീറ്റർ ഈസ് 2r. ഇനി അടുത്ത ഡെഫിനിഷൻ ഇതാണ്, സീക്കൻറ്റ് ലൈൻ ഓഫ് എ സർക്കിൾ. സീക്കൻറ്റ് ലൈൻ ഓഫ് എ സർക്കിൾ, എ ലൈൻ intersecting a circle at two different points is called a secant line of the circle or secant of a circle. A line intersecting a circle at two different points is called a secant line of the circle or secant of the circle. ഒരു സർക്കിളിൻ്റെ 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കടന്നു പോകുന്ന ലൈനെയാണ് സർക്കിളിൻ്റെ സീക്കൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ പി ക്യു എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ സർക്കിളിൻ്റെ ഒരു സീക്കൻറ്റ് ലൈനാണ്. സീക്കൻറ്റ് ലൈൻ, സീക്കൻറ്റ് ലൈൻ അഥവാ സീക്കൻറ്റ് ലൈനെ നമ്മൾ ചുരുക്കി സീക്കൻറ്റ് ഓഫ് ദ സർക്കിൾ എന്ന് പറയും. അപ്പോൾ ലൈൻ പി ക്യു ഈസ് എ സീക്കൻറ്റ് ലൈൻ ഓഫ് ദി സർക്കിൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ലൈൻ പി ക്യു ഈസ് എ സീക്കൻറ്റ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഒരു സീക്കൻ്റ് ആണ്. അടുത്ത ഡെഫിനിഷനിൽ ഇതാണ്, ടാൻജൻറ്റ് ഓഫ് എ സർക്കിൾ, എ ലൈൻ വിച്ച് ഇൻ്റർസെക്റ്റ് എ സർക്കിൾ ഓൺലി അറ്റ് വൺ പോയിന്റ് ഈസ് കോൾഡ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. ഒരു സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ഒരു ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഓ സെൻറ്ററായിട്ട് ഞാനൊരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിലെ ഒരു പോയിൻ്റാണ് എന്ന് പറയുന്നത് പി ക്യു എന്ന് പറഞ്ഞ ലൈൻ എയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലൈൻ ഈ സർക്കിളിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു സർക്കിളിനെ ഒരു ലൈൻ ഒരു പോയിന്റിൽ മാത്രമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലൈനെ നമ്മൾ സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ടാൻജൻറ്റ് ഓഫ് ദി സർക്കിൾ എന്നാണ് പറയുന്നത്. ടാൻജൻറ്റ് ഓഫ് ദി സർക്കിൾ. In the figure, point A is called the point of contact of the tangent PQ and the circle. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദി ടാൻജൻറ്റ് പി ക്യു ആൻഡ് ദ സർക്കിൾ. ടാൻജൻറ്റ് പി ക്യു ആൻഡ് ദ സർക്കിൾ. അപ്പോൾ ടാൻജൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, എ ലൈൻ വിച്ച് ഇൻ്റർസെക്റ്റ് എ സർക്കിൾ only at one point is called a tangent to the circle. ഒരു സർക്കിളിനെ ഒരു പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജൻറ്റ് ആൻഡ് ദ സർക്കിൾ എന്നാണ് പറയുന്നത്. എ ഈസ് കോൾഡ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജൻറ്റ് ആൻഡ് ദ സർക്കിൾ എന്നാണ് പറയുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജൻറ്റ് ആൻഡ് ദ സർക്കിളാണ്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്തത് ഒരു റിസൾട്ടാണ്. The tangent at any point of a circle is perpendicular to the radius through the point of contact. Radius through the point of contact. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഒരു സർക്കിൾ എടുക്കുന്നു, സി സെൻറ്ററായിട്ടൊരു സർക്കിൾ എടുക്കുന്നു. എ എന്ന് പറയുന്ന സർക്കിളിലെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നമ്മൾ സർക്കിളിനൊരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. സി എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് ഈ ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ കടന്നു പോകുന്ന റേഡിയസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റേഡിയസ് എന്ന് പറയുന്നത് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സർക്കിളിലെ എ എന്ന് പറഞ്ഞ സർക്കിളിലെ ഒരു പോയിൻ്റാണ്, ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്കിളിലെ ഒരു പോയിൻ്റാണ് എന്ന് പറയുന്നത്. എ എന്ന പോയിന്റിൽ നമ്മൾ സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഈ സി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ്, എയിലൂടെ കടന്നു പോകുന്ന റേഡിയസ് ആണ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഈ ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഈ റിസൾട്ട് എന്നുള്ള ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ഡെഫിനിഷൻ, നോർമൽ ടു എ സർക്കിൾ. സർക്കിളിൻ്റെ നോർമൽ എന്താണെന്നുള്ളതാണ്. ലെറ്റ് എൽ ബി എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ആൻഡ് ക്യാപിറ്റൽ എ ബി എ പോയിൻറ്റ് ടാൻജൻറ്റ് ടു സർക്കിൾ ആൻഡ് ക്യാപിറ്റൽ എ ബി ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ലൈൻ പാസിംഗ് ത്രൂ എ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് അറ്റ് എ
ഈസ് കോൾഡ് എ നോർമൽ ടു ദ സർക്കിൾ. ഈസ് കോൾഡ് എ നോർമൽ ടു ദ സർക്കിൾ. ഒരു സർക്കിളിലെ ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. എയിൽ നമ്മൾ ഈ സർക്കിളിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. ആ ടാൻജൻറ്റ് ഞാൻ എൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നതും ഈ എൽ എന്ന ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈനെയാണ് നമ്മൾ നോർമൽ ടു ദ സർക്കിൾ അറ്റ് എ എന്ന് പറയുന്നത്. നോർമൽ ടു ദ സർക്കിൾ അറ്റ് എ എന്ന് പറയുന്നത്. ഓർക്കുക, സി സെൻറ്ററായിട്ട് സർക്കിൾ എടുത്തിരിക്കുന്നു. സർക്കിളിലെ ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. എ എന്ന പോയിന്റിൽ നമ്മൾ സർക്കിളിൽ ടാൻജൻറ്റ് വരയ്ക്കുന്നു, എൽ എന്ന ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായിട്ട് ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ വരയ്ക്കുന്നു. ആ ലൈനെയാണ് നമ്മൾ സർക്കിളിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. ഈ സർക്കിളിൻ്റെ ഏത് ഒരു നോർമൽ വരച്ചാലും തീർച്ചയായിട്ടും അത് സെൻറ്ററിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നോർമൽ തീർച്ചയായിട്ടും സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം നിങ്ങൾ. അതാണ് നമ്മൾ അടുത്ത റിസൾട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. നോർമൽ ടു എ സർക്കിൾ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നോർമൽ ടു എ സർക്കിൾ passes through the center of the circle. നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോകാം. There is one and only one point to a circle. There is one and only one tangent to a circle passing through the point lying on the circle. സർക്കിളിൽ നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ സർക്കിളിൽ നമുക്ക് ഒറ്റ ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. സർക്കിളിൽ ഒരു പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ നമ്മൾ ആ സർക്കിളിൽ ഒരൊറ്റ ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ കഴിയൂ. അടുത്തത് രണ്ടാമത്തത്, there are exactly two tangents to a circle passing through a point lying outside the circle. സർക്കിളിൻ്റെ വെളിയിലാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ സർക്കിളിലേക്ക് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ് നമ്മളൊരു പോയിന്റ് പി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സർക്കിളിലേക്ക് നമുക്ക് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. ഈ ഫിഗറിൽ നിന്ന് അത് വ്യക്തമാണ്. മൂന്നാമത്തെ റിസൾട്ട് ഇതാണ്. There is no tangent to a circle passing through a point lying inside the circle. നിങ്ങൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഒരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് സർക്കിളിലേക്ക് ഒരു ടാൻജൻറ്റ് പോലും വരയ്ക്കാൻ സാധിക്കില്ല. സർക്കിളിൻ്റെ ഉള്ളിലാണ്. ഇഫ് there is no tangent to a circle passing through a point lying inside the circle. lying inside the circle ഓർത്തിരിക്കുക. അടുത്ത റിസൾട്ട് ഇതാണ്. ലെങ്ത് ഓഫ് ദി ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. ഒരു സർക്കിൾ എടുത്തിരിക്കുന്നു. ഓ സെൻറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ എടുത്തിരിക്കുന്നു. പി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ വെളിയിലെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് സർക്കിളിലേക്ക് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാം. ഈ പി ക്യു എന്ന് പറയുന്നത് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റ് സെഗ്മെൻ്റ് ആണ്. ഇതിനെ ടാൻജൻറ്റ് സെഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ പി ആർ എന്ന് പറയുന്നത് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റ് സെഗ്മെൻ്റ് ആണ്. ഈ രണ്ട് ടാൻജൻറ്റ് സെഗ്മെൻറ്റുകളുടെയും ലെങ്ത് തുല്യമായിരിക്കും. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന്, സർക്കിളിൻ്റെ വെളിയിലുള്ളൊരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നമുക്ക് രണ്ട് ടാൻജൻറ്റ് സെഗ്മെൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. ആ ടാൻജൻറ്റ് സെഗ്മെൻറ്റുകളുടെ ലെങ്ത് തുല്യമായിരിക്കും. കൂടാതെ ഒ പി ബൈസെക്സ് ആംഗിൾ ക്യു പി ആർ. ഈ ഒ പി എന്ന് പറഞ്ഞ ലൈൻ ഈ ആംഗിളിനെ, ക്യു പി ആർ എന്ന് പറഞ്ഞ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒ പി എന്ന് പറഞ്ഞ ലൈൻ ഈ ക്യു പി ആർ എന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അതും ഓർത്തിരിക്കുക. ഒ പി എന്ന ലൈൻ ക്യു പി ആർ എന്ന് പറഞ്ഞ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, എ ടാൻജൻറ്റ് പി ക്യു at a point P of a circle of radius 5 cm meets a line through the center O at a point Q so that OQ is equal to 12 cm. Find PQ. ഇതാണ് ചോദ്യം. A tangent PQ at a point P of a circle of radius 5 cm meets a line passing through the center O at a point Q so that OQ is equal to 12 cm. Find PQ. ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിൾ തന്നിരിക്കുന്നു. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഈസ് അറ്റ് ഒ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്.
പി എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു. ഓക്കെ, ആ ലൈൻ ടാൻജൻറ്റിലെ എ ലൈൻ പാസിംഗ് ത്രൂ ഒ ആൻഡ് എ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് ടാൻജൻറ്റിലെ ഒരു പോയിൻ്റാണ്. എ ടാൻജൻറ്റ് പി ക്യൂ at a point Q, a tangent PQ at a point P of a circle of radius 5 cm meets a line through the center O at a point Q so that OQ is equal to 12 cm and find PQ. ഇതാണ് ചോദ്യം. അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു ടാൻജൻ്റ് ആണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഒ ക്യൂ എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സർക്കിളിൻ്റെ പി എന്ന പോയിന്റിലെ പി ക്യൂ എന്ന് പറയുന്ന ഒരു ടാൻജൻ്റ് ആണ്. സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ് ഒ പി എന്ന് പറയുന്നത്. ആ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഹിയർ ഒ പി പെർപെൻഡിക്കുലർ ടു പി ക്യൂ. ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു പി ക്യൂ. കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ എപ്പോഴും ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് പ്രകാരം പി എന്ന പോയിന്റിൽ ഒ പി എന്ന് പറയുന്ന ഈ റേഡിയസ് എന്ന് പറയുന്നത് പി എന്ന പോയിന്റിലെ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഒ പി ക്യൂ, ഈ ഒ പി ക്യൂ എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഒ പി സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് ഒ ക്യൂ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 5 സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 സ്ക്വയർ ആണ്. 5 സ്ക്വയർ 25 ആണ്. അപ്പോൾ 25 പ്ലസ് പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 ആണ്. അപ്പോൾ പി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 144 മൈനസ് 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 119 എന്ന് വരും. ദെയർഫോർ പി ക്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 119. അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും പി ക്യൂ എന്ന് പറഞ്ഞ ലെങ്ത്. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. ഇതാണ് അടുത്ത ചോദ്യം. പ്രൂവ് ദാറ്റ് ലെങ്ത്സ് ഓഫ് ദ ടാൻജൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഒരു ലെറ്റ് ഒ ബി ദ സെൻറ്റർ ഓഫ് ദ ഗിവൺ സർക്കിൾ. തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആണെന്നിരിക്കട്ടെ. ആൻഡ് ലെറ്റ് പി ബി എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഗിവൺ സർക്കിൾസ്. പി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ വെളിയിലൊരു പോയിൻ്റ് ആണെന്നിരിക്കട്ടെ. പി ക്യു ആൻഡ് പി ആർ ബി ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ഡ്രോൺ ഫ്രം ദ പോയിൻ്റ് പി ടു ദ ഗിവൺ സർക്കിൾ. പി എന്ന പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റ് സെഗ്മെൻറ്റ്സ് ആണെന്നിരിക്കട്ടെ പി ക്യൂവും പി ആറും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്. വി ഷാൽ പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് ഈക്വൽ ടു പി ആർ. ഈ പി ക്യൂവും പി ആറും സെയിം ആണ്. ഈ രണ്ട് ലെങ്തും സെയിം ആണ്. പി ക്യൂ എന്ന് പറഞ്ഞ ലെങ്തും പി ആർ എന്ന് പറഞ്ഞ ലെങ്തും ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഒ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലെ ടാൻജൻറ്റ് അതുപോലെ ഒ ക്യൂ എന്ന് പറഞ്ഞ ഈ റേഡിയസും പെർപെൻഡിക്കുലർ ആണെന്നറിയാം. അതുകൊണ്ട് ഈ ഒ ക്യൂ പി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതാണ് ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഒ ക്യൂ പി ഒ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഒ ആർ പി, ഈ ഒ ആർ പി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഒ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ആർ സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ൻ്റെയും LHS ഈക്വൽ ആണ്. അതുകൊണ്ട് RHS ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ബൈ 1 and 2 നമുക്ക് പറയാം ഒ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ആർ സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ. ഈ ഒ ക്യൂ സ്ക്വയറും ഒ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ഒ പിയും ഒ ആറും ഈക്വൽ ആണ്. കാരണം രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഒ ക്യൂ ആണെങ്കിലും ഒ ആർ ആണെങ്കിലും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് പി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് പി ആർ സ്ക്വയറിനോട് തുല്യമാണ്. അതുകൊണ്ട് പി ക്യൂ ഈസ് ഈക്വൽ ടു പി ആർ. അതുകൊണ്ട് പി ക്യൂ പി ആറിനോട് തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് ഇൻ 2 concentric circles the chord of the larger circle
which touches the smallest circle is bisected at the point of contact. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Prove that in two concentric circles, the chord of the larger circle which touches the smaller circle is bisected at the point of contact. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം. പ്രൂവ് ദാറ്റ് ഇൻ ടു കോൺസെൻട്രിക് സർക്കിൾസ് the chord of the larger circle, comma, which touches the smaller circle is bisected at the point of contact. ശ്രദ്ധിക്കുക, നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് C1 and C2 be two concentric circles with center O. C1 ആൻഡ് C2 രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഒരേ സെൻറ്ററുള്ള രണ്ട് സർക്കിൾസ് ആണ് C1 ഉം C2. അതിൽ C1 ആണ് വലിയ സർക്കിൾ, C2 ആണ് ചെറിയ സർക്കിൾ എന്ന് പറയുന്നത്. ലെറ്റ് AB be a chord of the larger circle C1, AB be a chord of the larger circle C1 which touches the smaller circle C2 at P. AB എന്ന് പറയുന്നത് be a chord of the larger circle. AB എന്ന് പറയുന്നത് be a chord of the larger circle which touches the smaller circle C2 at P. നമുക്ക് തെളിയിക്കേണ്ട ഇതാണ്. വി ഷാൽ പ്രൂവ് ദാറ്റ് AP ഈസ് ഈക്വൽ ടു BP എന്ന് വെച്ചാൽ APയും BPയും തുല്യമാണ് എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഇതാണ്. AP ഈസ് ഈക്വൽ ടു BP. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. C1 and C2 be two concentric circles with the center at O. Let AB be a chord of the larger circle C1 which touches the smaller circle C2 at P. We shall prove that AP is equal to BP. APയും BPയും തുല്യമാണ് നമുക്ക് തെളിയിക്കണം. Now AB is a tangent to C2 at P. AB എന്ന് പറയുന്നത് C2ൻ്റെ ടാൻജൻ്റ് ആണ് അറ്റ് P എന്ന് പറയുന്നത്. ആൻഡ് OP ഈസ് ദ റേഡിയസ് ഓഫ് C2. OP എന്ന് പറയുന്നത് C2ൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും OP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു AB ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻ്റ് ആണ്. അതുകൊണ്ട് OP ഈസ് പെർപെൻഡിക്കുലർ ടു AB ആണ്. നൗ AB ഈസ് എ കോഡ് ഓഫ് C2. AB എന്ന് പറയുന്നത് നൗ AB ഈസ് എ കോഡ് ഓഫ് C1. C1ൻ്റെ കോഡാണ്. ആൻഡ് OP ഈസ് പെർപെൻഡിക്കുലർ ടു AB. OP എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണ്. Therefore OP ഈസ് എ ബൈസെക്ടർ ഓഫ് AB. അതിന് കാരണം പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട് ദ കോഡ്. അത് നമുക്കറിയാവുന്നൊരു ഫാക്റ്റാണ്. പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ബൈസെക്ട് ദ കോഡിനെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ഒരു OP ഈസ് എ ബൈസെക്ടർ ഓഫ് AB. ABയുടെ ഒരു ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, AB എന്ന് പറയുന്നത് ഈസ് എ കോഡ് ഓഫ് ദ സർക്കിൾ C1. C1 എന്ന സർക്കിളിൻ്റെ ഒരു കോഡാണ്. അതുപോലെ OP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു AB ആണ്. ABയോട് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ OP ഈസ് എ ബൈസെക്ടർ ഓഫ് AB. ABയുടെ ബൈസെക്ടർ ആണ്. കാരണം പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട് ദ കോഡ് നമുക്കറിയാം. അതുകൊണ്ട് OP ബൈസെക്ടർ ഓഫ് AB ആയതുകൊണ്ട് AP ഈസ് ഈക്വൽ ടു BP ആയിരിക്കും. APയും BPയും തുല്യമായിരിക്കും. AP ഈസ് ഈക്വൽ ടു BP. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടു ടാൻജൻസ് TP and TQ are drawn to a circle with the center O from an external point T. Prove that angle PTQ is equal to 2 into angle OPQ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു ടാൻജൻസ് TP and TQ are drawn to a circle with the center O from an external point T. Prove that angle PTQ is equal to 2 into angle OPQ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോകാം.
അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് ടി പി ആൻഡ് ടി ക്യൂ be two tangents drawn to a circle with the center O. TP and TQ be two tangents drawn to a circle with the center O. Let angle PTQ is equal to theta 1. PTQ എന്ന് പറയുന്ന ആംഗിൾ theta 1 ആണെന്നിരിക്കട്ടെ. അതുപോലെ ആംഗിൾ OPQ എന്ന് പറയുന്നത് theta 2 ആണെന്നിരിക്കട്ടെ. ആംഗിൾ OPQ എന്ന് പറയുന്നത് theta 2 ആണെന്നിരിക്കട്ടെ. We shall prove that angle PTQ is equal to 2 into angle OPQ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. Now TP is equal to TQ. കാരണം ടാൻജൻറ്റ് സെഗ്മെൻറ്റുകളുടെ ലെങ്ത് സെയിം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് TPയും TQയും തുല്യമാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ TQP എന്ന് പറയുന്നത് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡിൻ്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് TPQ എന്ന് പറയുന്നത് TQP എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ തീറ്റ എന്നെടുക്കുന്നു. അപ്പോൾ ആംഗിൾ TPQ ഈസ് ഈക്വൽ ടു ആംഗിൾ TQP ഈസ് ഈക്വൽ ടു തീറ്റ. ഈ ആംഗിളും നമ്മൾ തീറ്റ എന്നെടുക്കുന്നു. ഫ്രം ട്രയാങ്കിൾ TQP എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ നിന്ന് theta 1 ഈ മൂന്ന് ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ theta 1 plus theta ഈസ് ഈക്വൽ ടു 180. അതുകൊണ്ട് theta 1 plus 2 theta ഈസ് ഈക്വൽ ടു 180. അതുകൊണ്ട് 2 theta എന്ന് പറയുന്നത് 180 മൈനസ് theta 1 ആണ്. അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 മൈനസ് theta 1/2 ആണ്. 90 മൈനസ് theta 1/2 ആണ്. ഓക്കെ, ഇനി നൗ OP എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. OP എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. TP എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. അതുകൊണ്ട് OP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു TP ആയിരിക്കും. നൗ OP പെർപെൻഡിക്കുലർ ടു TP ആണ്. അതുകൊണ്ട് തന്നെ തീറ്റ പ്ലസ് തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റയും തീറ്റ 2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് OP പെർപെൻഡിക്കുലർ ടു TP ആയതുകൊണ്ട് തീറ്റയും തീറ്റ 2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 90 കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. തീറ്റ പ്ലസ് തീറ്റ 2 എന്ന് പറയുന്നത് 90 ആണ്. നമുക്ക് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 90 മൈനസ് theta 1/2 പ്ലസ് theta 2 ഈസ് ഈക്വൽ ടു 90. ഈ 90 ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ theta 2 എന്ന് പറയുന്നത് theta 1/2 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു theta 2 എന്ന് പറയുന്നത് theta 1 ആണ്. രണ്ട് വശം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ theta 1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു theta 2 ആണ്. theta 1 എന്ന് പറയുന്നത് ആംഗിൾ PTQ ആണ്. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ OPQ ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ 1-2 ആവർത്തി കാണുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. അതിനുശേഷം അത് എഴുതി പഠിക്കുക. ഓരോ പ്രോബ്ലവും 1-2-3 ആവർത്തി ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് എഴുതി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം ഒരു 3 തവണയെങ്കിലും എഴുതി പഠിക്കുന്നതിനകത്ത് യാതൊരു മടിയും കാണിക്കരുത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.